പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര NSS ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ഓണപരിപാടികൾ കേൾപ്പിച്ചത് ഓർമ്മയില്ലേ? ഇതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ആദ്യം ഓണത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു വസുദേവ് കൃഷ്ണ S. വസുദേവ് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പണ്ട് പണ്ട് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. അദ്ദേഹം വലിയ താലശീലനായിരുന്നു. ഒരിക്കൽ മഹാബലി ദേവലോകം കീഴടക്കാൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗം തടയാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. ദാനശീലനായ മഹാബലിയോട് കൊച്ചു ബ്രാഹ്മണനായ വാമനൻ എനിക്ക് തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് വേണമെന്ന് അപേക്ഷിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. തൽക്ഷണം ആകാശത്തോളം വലിയ രൂപം കൈക്കൊണ്ട് വാമനൻ 2 അടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം 3ാമത്തേത് എവിടെയെന്ന് മഹാബലിയോട് ചോദിച്ചു. സത്യവാനായ മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം വീടുകളിൽ പൂക്കളം തീർത്ത് മഹാബലിയെ വരവേൽക്കുന്നു. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമായി ആഘോഷിച്ചു വരുന്നു. ഇനി നമുക്ക് ഒരു ഓണപ്പാട്ട് കേൾക്കാം. UKGയിലെ ലക്ഷ്മി NS ആണ് പാടുന്നത്. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൊന്നോണം വന്നല്ലോ അത്തം വന്ന പിറന്നല്ലോ, പൊന്നോണം വന്നല്ലോ അത്തം വന്ന പിറന്നല്ലോ, നീ വെറുതെ പോകരുതേ ഓണമൊരുക്കാൻ വാത്തുമ്പി, നീ വെറുതെ പോകരുതേ ഓണമൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, അത്തം 10 പൊന്നോണം പുത്തൻ കോടിയുടുക്കേണം, അത്തം 10 പൊന്നോണം പുത്തൻ കോടിയുടുക്കേണം, ഉപ്പേരി പപ്പടവും ഉത്തരിയൂണും ഉണ്ണേണം, ഉപ്പേരി പപ്പടവും ഉത്തരിയൂണും ഉണ്ണേണം, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, ചക്കരമാവിൻ ചില്ലകളിൽ ഊനാലാടി രസിക്കേണം, ചക്കരമാവിൻ ചില്ലകളിൽ ഊനാലാടി രസിക്കേണം, മാവേലി മണ്ണൻ്റെ ഓണപ്പാട്ടുകൾ പാടേണം, മാവേലി മണ്ണൻ്റെ ഓണപ്പാട്ടുകൾ പാടേണം, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി. ഇനി തിരുവാതിരപ്പാട്ട് പാടുന്നത് 6ാം ക്ലാസ്സുകാരായ ആത്മേയ PS, ദക്ഷ S നായർ,
മാളവിക സുധീർ, അനാമിക MS, ശ്രീ ഗൗരി ശ്രുതിലാൽ, അരുണിമ PR. രണ്ടാം ക്ലാസ്സിലെ നിരഞ്ജന C. ശ്രീനാഥ്, അഭിജിത്ത് H. വർമ്മ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്നു ഓണച്ചൊല്ല്. ഓണത്തെക്കുറിച്ച് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. നിരഞ്ജന കേട്ടിട്ടുണ്ടോ? അതേ അഭിജിത്ത്, ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അത്തം 10 പൊന്നോണമല്ലേ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ലും ഉണ്ട്. ഓണം എല്ലാവരും ആഘോഷിക്കണമെന്നാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നത്. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊരു ചൊല്ലുണ്ട്. അത്തത്തിന് മഴ പെയ്താൽ ഓണത്തിന് മഴ പെയ്യില്ലത്രേ. അത് കൊള്ളാം. അഭിജിത്തിന് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണ്? ഉണ്ടറിയണം ഓണം എന്ന ഓണസദ്യയെക്കുറിച്ചുള്ള ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഓണസദ്യയെക്കുറിച്ച് ഓർമ്മ വരുന്നു. ആ, 2 ഓണം കണ്ടോണം, 3 ഓണം മുക്കിയും മൂളിയും, 4 ഓണം നക്കിയും തുടച്ചും. ഓ, വായിൽ വെള്ളം വരുന്നു. ഓ ഹായ്, എന്ത് രസാ. അതേ നിരഞ്ജന, ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. ആ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനെയല്ലേ അങ്ങനെ പറയുന്നത്? ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അഭി? ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി, അങ്ങനെയല്ലേ മുത്തശ്ശി പറയാറുള്ളത്? ശരിയാ. ഓണം മലയാളികളുടെ സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. നിറങ്ങളുടെയും രുചികളുടെയും പൂക്കളുടെയും ആഘോഷം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയൊരു സദ്യപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത് 5ാം ക്ലാസ്സുകാരായ അനാമിത്ര അരുൺ, ദേവിക വിനോദ്, തീർത്ഥ സുമേഷ്, തീർത്ഥ NR. 7ാം ക്ലാസ്സുകാരായ തീർത്ഥ അജേഷ്, ആര്യനന്ദ MS. ഓണസദ്യക്കായി ഞാനിന്നിട്ടു കൂട്ടം കറി വെച്ചിട്ടോലൻ മാത്രമൽപ്പമങ്ങു പുകഞ്ഞു പോയി. ഓണസദ്യക്കായി ഞാനിന്നിട്ടു കൂട്ടം കറി വെച്ചിട്ടോലൻ മാത്രമൽപ്പമങ്ങു പുകഞ്ഞു പോയി. കാളനുപ്പു കൂടിപ്പോയി, തോരനൽപ്പം മങ്ങിപ്പോയി, സാമ്പാറിനു പുളി അല്പം കൂടിയും പോയി. കാളനുപ്പു കൂടിപ്പോയി, തോരനൽപ്പം മങ്ങിപ്പോയി, സാമ്പാറിനു പുളി അല്പം കൂടിയും പോയി.
അവിയലിലിട്ട ചേന വെന്തതില്ല കഷ്ടം കഷ്ടം, തൊണ്ട ചോറിഞ്ഞിട്ടെനിക്കു പാടുവാൻ മേല. അവിയലിലിട്ട ചേന വെന്തതില്ല കഷ്ടം കഷ്ടം, തൊണ്ട ചോറിഞ്ഞിട്ടെനിക്കു പാടുവാൻ മേല. തൊണ്ട ചോറിച്ചിലു മാറ്റാൻ പുളി അല്പം തിന്നാൽ മതി, മണ്ടിപ്പെണ്ണെ അതുപോലും അറിയത്തില്ലേ. തൊണ്ട ചോറിച്ചിലു മാറ്റാൻ പുളി അല്പം തിന്നാൽ മതി, മണ്ടിപ്പെണ്ണെ അതുപോലും അറിയത്തില്ലേ. പാചകമറിയാതോരായി പാരിലൊരു പെണ്ണുമില്ല, നാണമില്ലേ നിനക്കിതു പറയാനായി. പാചകമറിയാതോരായി പാരിലൊരു പെണ്ണുമില്ല, നാണമില്ലേ നിനക്കിതു പറയാനായി. പാടുപെട്ടു പാടേണ്ട നീ പാടു നോക്കി പോടി പെണ്ണെ, പാടുവാനിവിടെ വേറെ ആളുകളുണ്ട്. പാടുപെട്ടു പാടേണ്ട നീ പാടു നോക്കി പോടി പെണ്ണെ, പാടുവാനിവിടെ വേറെ ആളുകളുണ്ട്. എന്നാൽ ഞാൻ പോവാടി പെണ്ണെ വള്ളം കളി കാണാനായി, നിങ്ങളിവിടിരുന്നങ്ങു പാടിക്കളിച്ചോ. എന്നാൽ ഞാൻ പോവാടി പെണ്ണെ വള്ളം കളി കാണാനായി, നിങ്ങളിവിടിരുന്നങ്ങു പാടിക്കളിച്ചോ. എന്റെ കുഞ്ഞെ പിണങ്ങാതെ ചുമ്മാതല്ലേ പറഞ്ഞത്, എന്തായാലും നിന്റെ കൂടെ വരുന്നു ഞങ്ങൾ. എന്റെ കുഞ്ഞെ പിണങ്ങാതെ ചുമ്മാതല്ലേ പറഞ്ഞത്, എന്തായാലും നിന്റെ കൂടെ വരുന്നു ഞങ്ങൾ. എന്തായാലും നിന്റെ കൂടെ വരുന്നു ഞങ്ങൾ. എന്തായാലും നിന്റെ കൂടെ വരുന്നു ഞങ്ങൾ. അടുത്തതായി ഓണത്തെക്കുറിച്ചൊരു പ്രസംഗമാണ്. അവതരണം 5ാം ക്ലാസ്സിലെ ധീരജ് രാജ്. Today I am going to say about Onam Kaligal. Onam Kaligal are traditional games played during the Onam festival in Kerala, adding fun and excitement to the celebrations. Vadamali is a popular game where two teams compete to pull a rope in opposite directions. Uradi involves breaking a hanging pot filled with goodies while blindfolded. Pulikali is a colorful and energetic performance where participants paint themselves as tigers and dance to traditional music. Kayangali is a traditional wrestling match that showcases strength and skill. Onathalli is a mock fight game where participants engage in playful combat, often with traditional songs. Kumatikali features dancers wearing colorful masks and costumes, performing to the rhythm of folk music. Tumbidullal is a women's dance performance in a circle, celebrating the spirit of Onam. Onapattan is a traditional character who visits homes during Onam, blessing the household and entertaining children. Boat races known as Vallangali are thrilling events where teams row snake boats in a fierce competition on Kerala's backwater. These games and activities bring communities together, fostering a sense of joy and unity during the Onam festival. ഇനിയൊരു കവിത കേൾക്കാം. 3ാം ക്ലാസ്സിലെ ഹൃദ്യ അനൂപ് അവതരിപ്പിക്കുന്നു. ജി ശങ്കരക്കുറുപ്പിൻ്റെ പൊന്നോണം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത്. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലി പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമൂകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കൂറ്റി ചാലേ നിരന്നു, പൂവിൽ മുങ്ങിയ പൊന്നോണ നാളെ, പൂർണ്ണാമോദം എതിരേൽക്കാൻ നീളെ, ചെമ്പൽ താമര പൊൻകൂട നിർത്തി, ആമ്പൽ പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂവാരി വാരിയെറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തിപ്പാറും പിച്ചി വകപ്പൂവ്
തോറും നൃത്തം ചെയ്യുന്നു കേരള നാടിൻ ചിത്തം ചന്ദനത്തെന്നലിൽ കൂടി വാനിന്നെ വമസൂയ വളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി വാനിന്നെ വമസൂയ വളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി. ഇനിയൊരു വഞ്ചിപ്പാട്ടാണ്. അവതരിപ്പിക്കുന്നത് 6ാം ക്ലാസ്സിലെ ശ്രീഹരി സുനിൽ, വിനായക് എസ് നായർ, 5ാം ക്ലാസ്സിലെ ദേവ്രാഗ് MM, 7ാം ക്ലാസ്സിലെ ഗംഗാഭാരതി P, അരവിന്ദ് രാമചന്ദ്രൻ, അഭിനവ് കൃഷ്ണ MR, മുഹമ്മദ് ഫൈസാൻ TS, ഇഷാനി ലെസ്നിൻ. അമ്പിളിയും തുമ്പ ചൂടും അമ്പിളിയും തുമ്പ ചൂടും അമ്പിളിയും തുമ്പ ചൂടും തമ്പുരാന്റെ സൂരനായ തുമ്പി മൂകനെ കാണിഞ്ഞു തുമ്പി മൂകനെ കാണിഞ്ഞു തുമ്പി മൂകനെ കാണിഞ്ഞു തമ്പുരാന്റെ സൂരനായ ഞാൻ മൂകന്റെ നാവു തന്നിൽ ഞാൻ മൂകന്റെ നാവു തന്നിൽ ഞാൻ മൂകന്റെ നാവു തന്നിൽ നാണമൊഴിഞ്ഞിരിക്കുന്ന സരസ്വതി മാമനാവിൽ സരസ്വതി മാമനാവിൽ സരസ്വതി മാമനാവിൽ വിളങ്ങിടണേ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര NSS ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിലെ കൂട്ടുകാരാണ്. പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. ഈ ഓണപരിപാടികൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം. വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിർവഹണം ലൗലി, സഹായം ബിന്ദു വേണു.